കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. പ്രിയമുള്ളവരെ, അമ്മ എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ആലയം. ജോൺ പോൾ പാപ്പ പറഞ്ഞില്ലേ, മറിയമേ ഞാൻ മുഴുവൻ അമ്മയുടേതാ, ഞാൻ മുഴുവൻ അമ്മയുടേതാ, ഒരു തരി പോലും ഇല്ല ബാക്കി, ഞാൻ മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയായി എന്നെ. ആരൊക്കെ അമ്മയെ മുറുകെ പിടിച്ചോ, സഹോദരങ്ങളെ, നമുക്ക് വിദേശ വിശുദ്ധരെ ഒന്നും അന്വേഷിക്കേണ്ട. ഈ കേരളം സമ്പന്നമായി കഴിഞ്ഞു കർത്താവിൻ്റെ കൃപ കൊണ്ട്. എന്താ നമ്മുടെ അൽഫോൻസാമ്മ, ചാവറ പിതാവ്, യൗപ്രാസ്യാമ്മ, മറിയന്ത്രേസ്യ, കുഞ്ഞച്ചൻ, നമ്മുടെ കുര്യാളശ്ശേരി പിതാവ്, നമ്മുടെ കതലക്കാട്ട് മത്തായി അച്ഛൻ, കാവുകാട്ട് പിതാവ്, എല്ലാവരുടെയും ജീവിതം പരിശോധിച്ചോ, വലിയ ആഴമായ വലിയ ഡോക്ടറേറ്റ് ഉന്നതിയൊന്നുമില്ല, മറിച്ച് ദിവ്യകാരുണ്യ സ്നേഹച്ചൂടായിരുന്നു അവരുടെ ഹൃദയങ്ങളുടെ ആഴം. ഷന്താളമ്മ പറഞ്ഞില്ലേ, ദിവ്യകാരുണ്യത്തിന് അരികിലുള്ള വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത. അതേ സഹോദരങ്ങളെ, ഇനി നമുക്ക് സമയമില്ല, മറ്റൊന്നിന് സമയമില്ല. ഉണർന്നു പ്രശോഭിക്കുവാൻ അത് പരിശുദ്ധ മറിയത്തെ കൂടാതെയുള്ള പ്രയാണം വെറും വട്ടപൂജ്യമാണ്, ശൂന്യമാണ്. ഞാൻ എത്ര വിദ്യാഭ്യാസമോ, എത്ര വിവരമോ, എത്ര ഉന്നതിയോ, എത്ര പേരോ പെരുമയോ പ്രശസ്തിയോ ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ക്രമേണ ഞാൻ അയഞ്ഞു പോകും ദിവ്യകാരുണ്യത്തിൽ നിന്ന്. ഇവിടെ ഇന്നലെ എനിക്ക് ധ്യാന വിഷയമായിരുന്നു. എന്താണെന്നറിയാമോ? കുര്യാളശ്ശേരി പിതാവിൻ്റെയും ഷന്താളമ്മയുടെയും അവിടെ ഒരു ചിത്രം, ആ ചിത്രം അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വെറുതെ വെച്ചാൽ അതവിടെ ഇരിക്കുകയല്ല, എന്നാൽ അത് ഗം ചേർത്ത്, പശ ചേർത്ത് ഒട്ടിച്ചപ്പോൾ അത് ഉറച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചു വെക്കാനുള്ള ഗമ്മാണ് പരിശുദ്ധ മറിയം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ സർവ്വ ദുരന്തങ്ങൾക്കും കാരണം ഈ അമ്മയെ മുറുകെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. രൂപതാ കോടതികളിലും നിയമകോടതികളിലും വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നു. ഈ ചോക്ലേറ്റ് ജീവിതമായി കുടുംബങ്ങൾ ഇതാ ഇടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം പരിശുദ്ധ ത്രിത്വത്തോട് ചേർത്ത് വയ്ക്കുന്നവൾ പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ കുർബാനയുടെ ആഴമെന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വപൂർണ്ണ സ്നേഹമാണ്. അപ്പോൾ ആ ത്രിത്വത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മ, പിതാവായ ദൈവത്തിൻ്റെ പുത്രി, പുത്രനായ ദൈവത്തിൻ്റെ മാതാവ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ മണവാട്ടി. അതേ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ കുർബാനയോട് നമ്മളെ ഒട്ടിച്ചു വെക്കുന്നവൾ അമ്മയാ. നമ്മുടെ കുർബാനയോടുള്ള സ്നേഹം എന്നെങ്കിലും കുറഞ്ഞു പോയാൽ അതിനർത്ഥം എൻ്റെ പാദങ്ങൾ ഇടറി എന്ന, എൻ്റെ ജീവിതം കലങ്ങി എന്ന, ഞാൻ നിരാശയിലേക്ക് താണുകൊണ്ടിരിക്കുന്നു, ഞാൻ പാപത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്നെന്ന അർത്ഥം. അതുകൊണ്ട് തീഷ്ണതയോടെ എൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണത പരിശുദ്ധ മറിയമേ ഞാൻ മുഴുവൻ അമ്മയുടേത് എന്നുള്ള സമർപ്പണത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നു, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം ഒരു ഗാനം എഴുതാൻ ഈശോ അനുഗ്രഹിച്ചു. ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്കെല്ലാം പരിചിതനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആൻ്റണി ഉരുളിയാനിക്കൽ CMI അച്ഛൻ. ഒരുപാട് നന്മ നിറഞ്ഞ ഗാനങ്ങൾ തിരുസഭയ്ക്ക് നൽകിയ നല്ല സംഗീതജ്ഞനായ അച്ഛൻ. സുവിശേഷ ഗീതികൾ പാടാം, യോവേൽ പ്രവാചകൻ വഴിയായി, ഹൃദയതാലമേന്തി നാഥ, അങ്ങനെ അനേക ഗാനങ്ങൾ. ഈ അച്ഛൻ ഒരിക്കൽ റെക്കോർഡ് സ്റ്റുഡിയോയിലായിരിക്കുമ്പോൾ വയറ്റിലൊരു വേദന.
അത് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഒന്ന് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അല്പം തീവ്രമായ രോഗമാണ്, ക്യാൻസറിലേക്ക് എത്തി നിൽക്കുന്നു. എന്താണെങ്കിലും ചികിത്സാവിധി തേടി ബാംഗ്ലൂര് മറ്റിടങ്ങളിലൊക്കെ ആയിട്ട് ചികിത്സ നടത്തി. അവസാനം അച്ഛൻ ഇങ്ങനെ ക്ഷീണിതനായി കീമോ ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞ് ആകെ ശുഷ്കിച്ച് ഇരിക്കുന്ന അവസ്ഥ. ഒരുപാട് പെയിനുണ്ട് അച്ഛന്. അച്ഛനെന്ന് വാഴക്കുളം ഗോവേന്തയിലാണ്. ഞാനവിടെ വാഴക്കുളം അടുത്ത് താമസിക്കുക. ഞാൻ ഒരു ദിവസം എനിക്ക് വലിയ സങ്കടം, കാരണം അതിനു മുമ്പ് ഈ ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ മേഖലയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ രോഗിയായി കഴിഞ്ഞ് അച്ഛനെ കാണാൻ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ചിന്തിച്ചു, ഈ രോഗിയായ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ പ്രസന്നവദനായി സുസ്മേരവദനായി ഒരു രോഗിയെ കാണുന്ന ഒരു ഭാവമൊന്നുമില്ലാതെ സാധാരണ കാണുന്ന രീതിയിൽ കാണണം എന്നൊക്കെ കരുതി ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയം വാഴക്കുളം ഗോവേന്തയിലെത്തി. അച്ഛൻ്റെ വാതിൽ ഞാൻ മുട്ടി. അച്ഛൻ വാതിൽ തുറന്നു. വളരെ ക്ഷീണിതമായ രൂപം, മുടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കവിളൊക്കെ ഒട്ടി. എന്നോട് ചോദിച്ചു, എന്താ ബേബിച്ച വന്നേ? ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മുടെ കരിസ്മാറ്റിക്കിൻ്റെ ദേശീയ കൺവെൻഷൻ ഡിവൈനിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബഹുമാനപ്പെട്ട കുര്യനച്ഛൻ അതുപോലെ തന്നെ ആന്റണി അച്ഛനെ ഒക്കെ പാട്ടുകൾ ഒന്ന് ആഡ് ചെയ്യണം. ഒരു ജയസന്നാഥോപാസന അവരൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ്റെ രണ്ടൊന്ന് പാട്ട് വേണം. അച്ഛൻ പറഞ്ഞു, ഇല്ല ബേബിച്ച വയ്യ, പാട്ടൊക്കെ ഇനി ഞാൻ ഇച്ചിരി കുറച്ചു, ഇനി പറ്റിയല്ല, ആകെപ്പാട് ക്ഷീണമാണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയ അച്ഛാ? ബേബിച്ചന് അറിഞ്ഞില്ലേ എനിക്ക് അസുഖമായിരുന്നു, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അച്ഛാ അതിനിപ്പോൾ അച്ഛാ അതൊക്കെ വളരെ സാധാരണമായ രീതിയിലായി. നമ്മൾ നന്നായി ചികിത്സിച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇടപെടും അച്ഛാ, നമുക്കറിയാമല്ലോ. എന്താണെങ്കിലും അച്ഛൻ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ കുറേ വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, എന്നാ ബാ ഒരു ചായ കുടിക്കാമെന്നായി. പിന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് ഡൈനിങ് ഹാളിൽ പോയി ചായ കുടി. ഞാൻ എഴുതിക്കൊണ്ടെന്ന് പാട്ടൊക്കെ അച്ഛനെ കാണിച്ചു. അച്ഛൻ പാട്ടൊക്കെ നോക്കി. അച്ഛൻ പറഞ്ഞു, നോക്കട്ടെ, ഞാൻ സമയമുള്ളവരെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ വാഴക്കുളം ഗോവേന്തയുടെ വരാന്തിയോട് നടക്കുമ്പോൾ ഈ ഗോവേന്തയുടെ പറമ്പ് കുറച്ച് അപ്പുറത്ത് പറമ്പ്, അവിടെ ഒരു മരുത് നിൽപ്പുണ്ട്. മരുത് നമുക്കറിയാം, മരുതിൻ്റെ അതിലൊരു സൈസ് കായുണ്ട്. ഈ കായൊക്കെ അങ്ങനെ ഉണ്ട്. മരുതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന ഒരു മരമായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആ മരം ഉണങ്ങിപ്പോയില്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഉണങ്ങിയതൊന്നും അല്ല ചോദിച്ചാൽ, അത് ഇല കൊഴിഞ്ഞെന്നേ ഉള്ളൂ, മഴ പെയ്യുമ്പം അത് തളിർത്ത് വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ചോദിച്ചാൽ എന്താ? അച്ഛനിപ്പോൾ കീമോയൊക്കെ ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുകയല്ലേ. അച്ഛാ നമ്മുടെ ഈശോ അച്ഛനെ തൊടും, അനുകൂലമായ സമയം വരുമ്പോൾ അച്ഛൻ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, വാഴക്കുളത്തൊരു കാർമൽ പ്രകൃതിരൂപുണ്ട്. അവിടെയുള്ള തീഷ്ണതയുള്ള വിശ്വാസികൾ, അൽമായ സഹോദരങ്ങൾ മുട്ടുമേ നിന്നിട്ട് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ശക്തമായി കർമ്മലമാതാവിനെ മുറുകെ പിടിച്ചു. അമ്മേ, മാതാവേ, അവിടുത്തെ ചാവറപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടി ദിവ്യകാരുണ്യ ഉപാസനായ ചാവറപ്പിതാവേ, ഇതാ അച്ഛൻ രോഗിയായിരിക്കുന്നു, മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ മക്കൾ മുറ്റുപിടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സാക്ഷിയുവാ, പയർമണി പോലെ അച്ഛൻ ഓടി നടക്കുന്നുണ്ട്. അഭിവന്ധ്യ ജേക്കബ് അങ്ങാടി പിതാവിൻ്റെ ഒപ്പം ഞങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ വിശ്വാസവർഷം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടീമിനെ നയിച്ചത് ആന്റണി അച്ഛനായിരുന്നു. അവിടെ ഓരോ വേദിയിലും അച്ഛൻ ദിവ്യകാരുണ്യം പരിശുദ്ധ അമ്മ വഴി നൽകിയ ഈ ദിവ്യ സ്നേഹസാക്ഷികൾ നൽകുമ്പോൾ കോൾമയിർ കൊണ്ട് കർത്താവിൻ്റെ സൗഖ്യത്തിലരിഞ്ഞ് എത്രയോ ആയിരങ്ങളാ പ്രിയമുള്ളവരെ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഞാനിത് പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയോടൊപ്പമാണ് ദിവ്യകാരുണ്യത്തെ നമ്മൾ ചേരേണ്ടത്. ഉറപ്പാണ്, അമ്മയോടൊപ്പം നമ്മൾ കുർബാനയിൽ പങ്കെടുത്തില്ല എങ്കിൽ കൈകെട്ടി നിന്ന് അലസമായി അലക്ഷ്യമായി ഉറക്കം തൂങ്ങി മോണ്ടളത്തിൽ കുത്തിയിരുന്ന് കുർബാന കാണും. അതിൻ്റെ വില തിരിച്ചറിയില്ലല്ലോ നമുക്ക്. സഹോദരങ്ങളെ, എന്നാൽ അമ്മ പഠിപ്പിച്ചാൽ ഭക്തിയോടെ ശ്രദ്ധയോടെ പങ്കെടുക്കുവാൻ നമുക്ക് സാധ്യമാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ എളിമ, വിനയം, വിശുദ്ധി, അനുസരണം നിറയാൻ തുടങ്ങും. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും പരിശുദ്ധ അമ്മ ചെയ്യുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, അമ്മ വഴി ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ടാണ് തിരുസഭയുടെ രാജ്ഞി, നമുക്കറിയാം തിരുസഭ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്.
ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു, ഈ ജപമാല മാസമെങ്കിലും ജപമാല നന്നായിട്ട് ചൊല്ലണം, മാതാവിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മാസമാണല്ലോ ഒക്ടോബർ മാസം. ഞാൻ പറഞ്ഞു, ചേച്ചി, ഒക്ടോബർ മാസം മാത്രമല്ല അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്, 12 മാസവും പരിശുദ്ധ മറിയത്തിന് പ്രതിഷ്ഠിതമാണ്. 12 മാസവും തിരുസഭ പരിശുദ്ധ മറിയത്തെ വണങ്ങി ഉയർത്തുന്നു. കാരണം പരിശുദ്ധ ത്രിത്വം ത്രിലോകരാജ്ഞിയായി അവരോധിച്ച ഈ അമ്മയെ തിരുസഭ ഉള്ളങ്കയിൽ താങ്ങി ഉയർത്തുകയാ, അമ്മയെ മഹത്വപ്പെടുത്തുകയാ. എങ്ങനെയാണെന്നല്ലേ? ജനുവരി 1 ദൈവമാതാവിൻ്റെ തിരുനാൾ, ഫെബ്രുവരി 2 മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ, മാർച്ച് 25 മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാൾ, ഏപ്രിൽ 26 ബോധജ്ഞാനത്തിന് സിംഹാസനമായ മാതാവിൻ്റെ തിരുനാൾ, മെയ് മാസം വണക്കമാസം, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് പിറ്റേന്ന് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ, ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ, ഓഗസ്റ്റ് 15 സ്വർഗാരോപണ തിരുനാൾ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാൾ, ഒക്ടോബർ മാസം ജപമാല മാസം, നവംബർ 21 മാതാവിൻ്റെ കാഴ്ചവെപ്പ് തിരുനാൾ, ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. സഹോദരങ്ങളെ, എന്തിനാ മറിയത്തിന് ഇത്രമാത്രം സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ള ഒരു ശുഷ്കിച്ച ചിന്ത ചില കാലങ്ങളിലും ചില ചിന്തകളിലും ചില വ്യക്തികളിലും രൂഢമൂലമായി പതിഞ്ഞിട്ടുണ്ട്. ഉറപ്പാ അവിടെ അധപതനം ആരംഭിക്കും, ഉറപ്പാ. കാരണം യേശു പറയുന്നു, ഈ അമ്മ, ഇത് നിന്റെ അമ്മയാ. ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത്, പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണെന്ന് പറയുമ്പോഴും, അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് കൃപ കൊണ്ട് നിറച്ചിരിക്കുന്ന ടാങ്കാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. അതുകൊണ്ട് വിശുദ്ധ ആൻസലം പറഞ്ഞു, ഫലങ്ങൾ വേണ്ടവർ വൃക്ഷത്തിനരികിൽ ചെല്ലണം, യേശുവിനെ വേണ്ടവർ മറിയത്തിനരികിലും. വിശുദ്ധ ഫിലിപ്പിനേര് പറഞ്ഞു, പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ കൃപ ആർക്കും ലഭിക്കുന്നില്ല. അതെ, അവൾ കരുണയുടെ വിതരണക്കാരിയാ പ്രിയമുള്ളവരെ. അവൾ ഇന്ന് നടന്ന് കരുണ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക, ഈശോ തന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾക്ക് പറ്റിയ എന്താണെന്നറിയാമോ? കരുണ നമ്മൾ ആവോളം കുടിക്കുന്നുണ്ട്, കരുണ നമ്മളിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. കരുണാമയനായ കർത്താവിനെ അത്ര മൈൻഡും ചെയ്യുന്നില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇന്നും മനുഷ്യന് അനുഗ്രഹങ്ങൾ മാത്രം മതി, അനുഗ്രഹദാതാവായ ദൈവത്തെ വേണ്ട. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാൾ ഒരു നിത്യാരാധന ചാപ്പലിലെ സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരാഴ്ച സാധാരണ 2, 3, 4 പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചാപ്പല്, അവിടെ ഒരാഴ്ച വലിയ തിരക്ക്. അപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, എന്നാ അച്ഛാ ഈ ആഴ്ച നല്ല തിരക്കാണല്ലോ ചാപ്പലിൽ? ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നാ നേരത്തിൽ കുറേ ചേച്ചിമാർ വന്നിരുന്ന് രാവിലെ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല തിരക്ക്. അപ്പോൾ ഒരു ചേച്ചി ചാപ്പലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചി ഈ ആഴ്ച നല്ല തിരക്കാണല്ലോ? ചേച്ചി പറഞ്ഞു, മക്കൾക്ക് എക്സാമാണ്, മക്കൾക്ക് എക്സാം. അപ്പോൾ അതുകൊണ്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാ. ഒരു കുഴപ്പമില്ല കേട്ടോ, മക്കൾക്ക് എക്സാം എന്ന് പ്രാർത്ഥിക്കുന്നതല്ല കുഴപ്പം. പക്ഷേ പ്രശ്നം അതല്ല പ്രിയമുള്ളവരെ, എക്സാം കഴിഞ്ഞു, തിരക്കും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ആ ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ ഞാൻ ചെല്ലുന്നത്? കാര്യം കിട്ടണം. ഇതാണ് വികലമായ, ഇത് കർത്താവിന് അറിയാം പ്രിയമുള്ളവരെ. ഒരച്ചയ്ക്കച്ച പിഴച്ചു കഴിഞ്ഞാൽ പിറുപിറുക്കുന്ന മനുഷ്യനെ കർത്താവിന് അറിയാം, കുറവുകൾ അറിയാം, ശൂന്യതകൾ അറിയാം. അതാ ഇന്നലെ മഞ്ഞച്ചൻ പറഞ്ഞില്ലേ, ഡീസൻ്റുള്ളവർ ഒറ്റ പാർട്ടി പോലും ബൈബിളിൽ കണ്ടില്ല. വിക്കനായ മോശയെ ശക്തനാക്കി കർത്താവ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം ദാസിയെ പ്രാപിച്ചു. കുതികാൽ വെട്ടുകാരനായ യാക്കോബ്, വീഴ്ചകളുടെ നീണ്ട പട്ടിക നമ്മൾ കണ്ടു. പ്രിയമുള്ളവരെ, അവിടേക്ക് കൃപയൊഴുകിയത് കാൽവരിയിൽ നിന്ന്. ആ കൃപയുടെ ധാരാളിയായി കടന്നു ചെന്നത് പരിശുദ്ധ മറിയമാ. അതുകൊണ്ട് പൂർവ്വ പിതാക്കന്മാരുടെ രാജ്ഞി എന്ന് അമ്മയെ വിശേഷിപ്പിക്കുന്നു. എവിടെയുമുണ്ട് ഈ അമ്മ. അമ്മയില്ലാത്ത ഇടമില്ല പ്രിയമുള്ളവരെ. നമുക്കറിയാം, ചില ഇടവകയിൽ സൺഡേ സ്കൂൾ ടീച്ചർ, ഹെഡ് മാസ്റ്റർ ഒരു സാറായിരിക്കും. ആ സാർ തന്നെയായിരിക്കും ഈ വിൻസെൻ്റ് പോളിൻ്റെ സാരഥി. മിഷൻ ലീഗിൻ്റെ ഭരണാധികാരി അയാൾ തന്നെയായിരിക്കും. കൈക്കാരനും അത് അയാൾ തന്നെയായിരിക്കും. പല കാര്യങ്ങൾ കൊള്ളുന്ന ഒരു വ്യക്തി ചില ഇടവേളയിൽ കാണാൻ പറ്റും. ചില ഇടവേളകൾ അങ്ങനെയാണ്. കാര്യപ്രാപ്തിയുള്ള ചിലരെ എല്ലാ കാര്യത്തിനും നിയോഗിക്കും. എന്നതുപോലെ തന്നെ
ദൈവം എല്ലാ കാര്യങ്ങളിലേക്കും നിയോഗിച്ച ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അവൾ മാലാഖമാരുടെ രാജ്ഞിയാണ്, അവൾ ബാവാന്മാരുടെ രാജ്ഞിയാണ്, അവൾ സ്ത്രീഹന്മാരുടെ രാജ്ഞിയാണ്, അവൾ ദീർഘദർശികളുടെ രാജ്ഞിയാണ്, അവൾ സകല വിശുദ്ധരുടെ രാജ്ഞിയാണ്, അവൾ വന്ദകരുടെ രാജ്ഞിയാണ്, അവൾ കന്യകളുടെ രാജ്ഞിയാണ്. അതേ പ്രിയമുള്ളവരെ, സകലരുടെ രാജ്ഞിയായ അമ്മയെ തിരുസഭ മഹത്വപ്പെടുത്തുമ്പോൾ പ്രഭാഷകൻ നമ്മോട് പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കും. ഏതായാലും അന്ന് ആ ഉള്ളിയാനിക്കച്ചന് സംഭവത്തെ ഓർത്ത്, ആ കരിഞ്ഞുപോയ മരത്തെ ഓർത്ത് ധ്യാനിച്ച് ഒരു പാട്ടെഴുതി. ആ പാട്ടാണ് ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ഓർക്കണം, കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന് ഓർക്കണം, പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകും ദൈവം. ആ ദൈവത്തെ നോക്കുന്ന സങ്കീർത്തനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ആ നോട്ടം നീതിസൂര്യനായ കർത്താവിലേക്കാ. ആ നീതിസൂര്യനാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള വിളിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപിക പരിശുദ്ധ മറിയം. അമ്മയെല്ലാം പഠിപ്പിക്കുന്നേ, എല്ലാം പഠിപ്പിക്കും. ഞാൻ എല്ലാ വേദിയിലും പങ്കുവെക്കാറുണ്ട് പ്രിയമുള്ളവരെ. പലപ്പോഴും പല വേദികളിലും വലിയൊരു പാട്ടെഴുത്തുകാരനാ അല്ലെങ്കിൽ സംഗീതജ്ഞനൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പരിചയപ്പെടുത്തിയപ്പോഴും ഞാനിവിടെ നിന്ന് അറിയാതെ കണ്ണുനീർ തുടച്ചു. എന്നറിയാമോ? ഒരു പ്രാപ്തിയില്ല അതിന്. കാരണം അടിസ്ഥാനപരമായിട്ട് സരിഗമ പതിനിസ പോലും പഠിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീ പീറ്റർ ചേരാൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, സംഗീത സംവിധായകൻ, ഞങ്ങൾ രണ്ടുപേരും കൂടുതൽ പാട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ പ്രിയമുള്ളവരെ, യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി, ചിത്ര, ജയചന്ദ്രൻ, മാർക്കോസ്, ഉണ്ണിമേനോൻ, എം ജി ശ്രീകുമാർ എന്ന് വേണ്ട എല്ലാ ഗായകരുടെ ഒപ്പം റെക്കോർഡ് സ്റ്റുഡിയോ നിൽക്കുമ്പോൾ ചില രാഗങ്ങളും താളങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാനും പീറ്ററും പരസ്പരം നോക്കും. കാരണം അടിസ്ഥാനപരമായിട്ട് രാഗം എന്താണെന്നോ താളത്തിൻ്റെ ഊഷ്മളം എന്നാന്നോ ഈ പാവങ്ങൾക്ക് അറിയില്ല പ്രിയമുള്ളവരെ. എന്നാൽ ഉറപ്പ്, അവിടെയൊക്കെ ആ സംഗീതം പഠിച്ച ശ്രേഷ്ഠരായ ഗായകരുടെ ഒക്കെ ഒപ്പം നിൽക്കുമ്പോൾ ഈ ഏഴകൾക്കറിയാവുന്ന ഒരേ ഒരു സംഗീതോപകരണം ഈ ജപമാലയാണെന്ന് പറയുവാൻ ഞാൻ അഭിമാനത്തോടെ ഈ വേദിയിൽ നിൽക്കുകയാണ്. ഈ ജപമാല ഒരിക്കലും ഈ അമ്മ പരാജയപ്പെടുത്തിയിട്ടില്ല പ്രിയമുള്ളവർ, ഒരിക്കലും ഒരിക്കലും. ആദരണീയനായ CMC കോൺഗ്രിഗേറ്റഡ് വിമൻ സിസ്റ്റേഴ്സ് എവുപ്രാസ്യാമ്മയെക്കുറിച്ച് എഴുതാൻ വേണ്ടി വിളിച്ചു, എവുപ്രാസ്യാമ്മയെക്കുറിച്ച്. അപ്പോൾ അതൊരു വലിയ ദൗത്യമായി ഞാൻ ഏറ്റെടുത്തു. എന്താണെങ്കിലും ഏറ്റെടുത്ത് ഞാൻ ഒല്ലൂര് ചെന്നു. ഒല്ലൂര് ചെന്ന് ആ ജനാളമ്മ പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ പാട്ടെഴുതണം, നമുക്ക് ഔദ്യോഗിക ഗാനം കുറിക്കണം എവുപ്രാസ്യാമ്മയെക്കുറിച്ച്. ഞാൻ ആ കുടിയിരുത്ത് പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എവുപ്രാസ്യാമ്മേ, കാട്ടൂരുകാരിയായ റോസക്കുട്ടി എങ്ങനെയാ ഈ ഒല്ലൂര് മാത്രം ഒതുങ്ങിയിരുന്നു കൊണ്ട് എങ്ങനെയാ ഈ വിശുദ്ധ പദവിയിലെത്തിയത്? എന്തായിരുന്നു കുറുക്കുവഴി? അപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ CMC സിസ്റ്റേഴ്സ് എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നു, എവുപ്രാസ്യാമ്മയുടെ ജീവചരിത്രം. ഞാനിങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ 1, 2, 3 കാര്യങ്ങൾ മനസ്സിൽ ലഭ്യമായി. ഒന്ന്, ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ എപ്പോഴും അമ്മ തപസ് ചെയ്തു. കയ്യിലെപ്പോഴും ജപമാലയുണ്ടായിരുന്നു. കൊന്ത പിടിച്ചോണ്ട അമ്മ ദിവ്യകാരുണ്യ സന്നിധി ഉണ്ടായിരുന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന അമ്മയെ കാണുന്നവരെല്ലാം വിളിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന അമ്മ. അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് പറയും, അമ്മേ ദീനോ കേട്ടോ, കുടിയിൽ തിന്നാനൊന്നും ഇല്ല അമ്മേ, ആകെ പഞ്ഞവും പട്ടിണിയൊക്കെയാ, അമ്മ പ്രാർത്ഥിക്കണം. അമ്മ പ്രാർത്ഥിച്ചു. അമ്മേ അതുപോലെ തന്നെ ദീനോ, അമ്മ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. പ്രിയമുള്ളവരെ, ഈ അമ്മ ദിവ്യകാരുണ്യ സന്നിധി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അമ്മ പേര് കിട്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണെങ്കിലും അപ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്മ, ദിവ്യകാരുണ്യ സന്നിധി, ജപമാല, പിന്നെ ആരെന്ത് ചെയ്താലും അമ്മ പറയുമായിരുന്നു, മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറയുമായിരുന്നു. എന്താണെങ്കിലും 2-3 കാര്യങ്ങളൊക്കെ കോറിയിട്ടു. പിന്നെ എഴുതാൻ തുടങ്ങി. പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കുന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. നന്മ നിറയും ജീവിതത്താൽ
നന്ദിയോടന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ, മരിച്ചാലും മറക്കില്ലാട്ടോ. ദിവ്യകാരുണ്യത്തിനരികെ ദീർഘനേരം തപം ചെയ്തു ദിവ്യ സ്നേഹമറിഞ്ഞ ജീവിതം. ആ സ്നേഹം പങ്കുവച്ചു സോദരോടായമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. അമലയാ മാതാവിനരികെ ജപമാല ചൊല്ലിയെന്നും ലളിതമായിരുന്ന ജീവിതം. എളിമയോടെ പുഞ്ചിരിച്ചു ഏവരോടും അമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, രണ്ട് കാര്യത്തെ മുറുകെ പിടിച്ചു. ഒന്ന് ദിവ്യകാരുണ്യം, രണ്ട് ജപമാല. ഈ വിശുദ്ധയുടെ ജീവിതം മുഴുവൻ അതായിരുന്നു. അതുകൊണ്ട് വലിയ പാണ്ഡിത്യം ഇതൊന്നുമല്ല പ്രിയമുള്ളവരെ. നമുക്ക് എത്ര ശുഷ്കമാണെങ്കിലും ഈ അമ്മയെ മുറുകെ പിടിച്ചാൽ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, ചാവറപിതാവിൻ്റെ എപ്രാസ്യാമ്മയുടെയും നാമകരണത്തിന് കർത്താവിൻ്റെ കൃപ കൊണ്ട് വത്തിക്കാൻ ചെല്ലാനിടയായപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് എന്ന് പറഞ്ഞ സഹോദരനുണ്ട്, പുള്ളിയുണ്ട്. പിന്നെ ഞങ്ങളൊരു ടീമായിട്ടാണ് പോയത്. ഞങ്ങൾ JMJ ട്രാവൽസ് എന്ന് പേരൊക്കെ ഇട്ടാ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി ഞങ്ങൾ അവിടെ ചെന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളൊരു അച്ഛനുണ്ട്, ഒരു 19 പേരോളുണ്ട് യാത്രക്കാർ. പരിശുദ്ധ അമ്മ ഞങ്ങളെ നയിച്ചു. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കൂട്ടുണ്ടായിരുന്നു, ചാവർ പിതാവിനെ എപ്രാസ്യാമയും പിന്നെ സകല ധൈന്യരെയും ഒക്കെ കൂട്ടുകൂട്ടി. സഹോദരങ്ങളെ, അന്നേ ദിവസം വന്നെത്തി. ഇതാ നാമകരണ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേന്ന് ഇതാ സഭയുടെ കൃതജ്ഞതാ ബലിയർപ്പണമാണ്. പത്രോസിൻ്റെ പരമസിംഹാസനം ആദ്യമായി മലയാളം കുർബാന അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് അതിന് ആമുഖം നൽകുന്നു, ഫ്രാൻസ് പാപ്പ. അപ്പോൾ ഞങ്ങളെല്ലാം തിക്കിത്തിരക്കി ചെല്ലുക. ഞാൻ കൂട്ടം വിട്ടുപോയി. തിക്കിത്തിരക്കി ചെല്ലുമ്പോൾ ഇതാ ചാവറ യുപ്രാസ്യാമ കുടുംബാംഗങ്ങൾ നിൽക്കുന്നൊരു ഒരു ഫ്രേസ് ഉണ്ട്. ബഹുമാനോടെ വൈദികരാദ്യം, അതിനുശേഷം ഈ കുടുംബാംഗങ്ങൾ, പിന്നെ VVIPs നിൽക്കുന്നത്. അപ്പം ഞാൻ കടന്നു ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, അവിടെ നിന്ന് ഓൾറെഡി ചോദിച്ചു, ചെയർ ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി ചോദിച്ചു, ചാവറ ഫാമിലിയോ? അപ്പം ഞാൻ ചെയർ ഫ്രീ ഉണ്ടോന്ന് ചോദിക്കുന്നത്, പുള്ളി കേൾക്കുന്നത് ചാവറ ഫാമിലിയാന്നാ. ഓക്കെ, എന്നാൽ പ്ലീസ് കം. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. കേൾക്കോ? പ്രിയമുള്ളവരെ, കുറച്ച് മുമ്പോട്ടെത്തി ഞാൻ വേദിക്കാർക്ക് വൈദികരെ തൊട്ട് പിന്നെ ഞാൻ നോക്കുമ്പം നമ്മുടെ ജോസ് കെ മാണി MP നിൽക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ചെയറിൽ എന്നോട് പറഞ്ഞു, പുള്ളി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയല്ലല്ലോ, കാരണം ചാവറ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശിച്ച സീറ്റ് എനിക്ക് ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പൊക്കോളാം, പ്ലീസ് ഇതാ ചടങ്ങ് തുടങ്ങാറായി, ഇരിക്കുക. ഞാൻ എഴുന്നേറ്റ് പുള്ളി ഇരുത്തുക. എനിക്ക് മനസ്സിലായി, വാഴക്കുളം കൊവേന്തയിൽ ചാവറയപ്പൻ്റെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളതാ. ചാവറയപ്പനും എപ്രാസ്യം പറഞ്ഞു, മോനെ, നീ വലിയ VVIP ഒന്നുമല്ല, പക്ഷേ എൻ്റെ VVIP മോൻ കയറിയിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി കയറിയിരുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ പാപ്പ വരുന്നു. അപ്പോഴതാ നമ്മുടെ റോയ് കണ്ണഞ്ചിറ അച്ഛന്മാരൊക്കെ കൊത്തിക്കാൻ കൊയറ് പാട്ടാരംഭിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ പാപ്പ വരുമ്പോൾ വാനിൽ വാരോളിയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഈ എളിയവൻ്റെ തൂലികയിലൂടെ കർത്താവ് തന്ന പാട്ടാ. ഫ്രാൻസ് പാപ്പ ഇറങ്ങി വരുമ്പോൾ പാടുന്ന ആമുഖ ഗാനം. കുർബാന തുടങ്ങുമ്പോൾ ഇതാ ഞാൻ കേൾക്കുന്നു, ബലിയർപ്പിക്കാൻ വരുവിൻ. നമ്മുടെ അഭിവന്ധ്യ ജോർജ് ആലഞ്ചേരി പിതാവ് കടന്നു വരുന്നു. കരച്ചിൽ നിൽച്ചില്ല പ്രിയമുള്ളവരെ. കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ സ്നേഹത്തിന് ഇത്രയും ആഴമോ, അവിടെ നിന്ന് ശിരസ് നമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ അരികിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ പറഞ്ഞു, മോനെ, നിനക്ക് വലിയ പേരും പ്രശസ്തും പെരുമയും വലിയ പാരമ്പര്യവും കുടുംബമൊന്നും ഇല്ലെങ്കിലും എൻ്റെ പ്രിയപുത്രനാ നീയ, എൻ്റെ പ്രിയ മകനാ നീയ, നിനക്ക് വലിയ ഒന്നും വേണ്ടടാ, ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി. പരിശുദ്ധ കുർബാനയുടെ അരികിൽ എൻ്റെ മോന് നിരുന്നാൽ മതി. എൻ്റെ ദിവ്യകാരുണ്യ നാഥൻ അവഹേളിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ എളിയ ജീവിതത്തിൽ അന്നും ഇന്നും ഒരുപാട് കടപ്പാടുണ്ട് എൻ്റെ അച്ഛന്മാരോട്, എൻ്റെ സന്യസ്തരോട്. പ്രത്യേകിച്ച് ഈ SABS കോൺഗ്രിഗേഷനോട് എനിക്ക് തീർത്താത്ത നന്ദിയുണ്ട്. കലയന്താനിയിൽ ഒരു മലമ്പ്രദേശത്ത് ഒരു കൊച്ചു കൂരയ്ക്കുള്ളിൽ ആരംഭിച്ച ജീവിതത്തെ
നട്ടു നനയ്ക്കുവാൻ എൻ്റെ കർത്താവ് അയച്ചവരാ അഡോറേഷൻ സിസ്റ്റേഴ്സ്. അവരെന്നെ മുന്നോട്ട് നിർത്തി, എടാ കയറി നിൽക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കുർബാനയ്ക്ക് ഭക്തിയോടെ നിൽക്കാൻ കൈകൾ കൂപ്പാൻ പഠിപ്പിച്ചു. എൻ്റെ അച്ഛന്മാർ എനിക്ക് കുർബാന നൽകി കുമ്പസാരിപ്പിച്ചു. അതുകൊണ്ട് അന്നും ഇന്നും ഒരുപാട് കടപ്പാടുണ്ട്. ചില കൂട്ടുകാരൊക്കെ പറയും, ബേബിക്ക് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സോപ്പിടാൻ നല്ല വെറുതെ അല്ല പ്രിയമുള്ളവരെ, അത് ആത്മാർത്ഥതയാ. കാരണം എല്ലാ ആത്മാരും തിരിച്ചറിയണം കേട്ടോ. പരിശുദ്ധ അമ്മ പറയുന്നു, എൻ്റെ വൈദികർക്ക് വേണ്ടി, എൻ്റെ സന്യസ്തർക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളിലേക്ക് അനന്തമായ കരുണയും കൃപയും ഞാൻ ഒഴുക്കും. അനന്തമായ കരുണയും കൃപയും ഞാൻ ഒഴുക്കും. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും വൈദികരെയും സന്യസ്തരെയും വിധിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമാണ് അൽമായർ അതിരം തുറക്കുക. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കർത്താവിൽ നിന്ന് സ്വീകരിച്ച ഒരു വലിയ പ്രചോദനം, ഈ തൊടുപുഴ ന്യൂമാങ്കുളത്ത് എന്ന് പറയുന്ന പള്ളിയുണ്ട്. ഇവിടെ മറ്റു പ്രൊവിൻസിൽ നിന്ന് സിസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അവിടെ ഞങ്ങൾ കുറേ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാ 2ഉം 4ഉം വെള്ളിയാഴ്ചകൾ പ്രാർത്ഥിക്കുന്നു. 1-ാം ദിവ്യരഹസ്യം തിരുസഭയ്ക്കും വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി. 2-ാം ദിവ്യരഹസ്യം അഭിവന്ദ്യ കർദിനാൾ തിരുസഭത്തിലെ മെത്രാന്മാർക്കും വേണ്ടി. 3-ാം ദിവ്യരഹസ്യം എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി. 4-ാം ദിവ്യരഹസ്യം എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും സന്യാസിനിയാർത്ഥികൾക്കും വേണ്ടി. 5-ാം ദിവ്യരഹസ്യം എല്ലാ മിഷണർമാർക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ടി. പ്രിയമുള്ളവരെ, ഒരു 2-3 വർഷമായി തുടങ്ങിയിട്ട് അത് എന്ന് ഞങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചോ, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചോ, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നൽകി സ്വർഗം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജപമാല മുറുകെ പിടിക്കേണ്ട കാലഘട്ടമാണിത്. ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്നവർക്ക് വലിയ കൃപകളും സ്വർഗീയ അനുഗ്രഹങ്ങളും സംലഭ്യമാകും. 2, ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് എൻ്റെ സവിശേഷമായ സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 3, നരകത്തിനെതിരായ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഇത് പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും പാഷണ്ഡതകളെ ഇല്ലാതാക്കുകയും ചെയ്യും. ജപമാല സദ്ഗുണങ്ങളും സൽപ്രവൃത്തികളും വളരുവാൻ കാരണമാക്കുന്നു. ദൈവത്തിൻ്റെ അളവില്ലാത്ത കാരുണ്യത്തെ ആത്മാക്കൾക്ക് ലഭിക്കുവാൻ കാരണമാക്കുന്നു. മനുഷ്യഹൃദയങ്ങളെ പുണ്യപൂർണ്ണതയിലേക്ക് ജപമാല പ്രാർത്ഥന നയിക്കുന്നു. 5, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. 6, ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്നവർക്ക് ദൗർഭാഗ്യങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്കെപ്പോഴും ദൈവിക പരിപാലനം ഉണ്ടായിരിക്കും. അവർക്ക് അനശ്വരമായ ജീവിതം ലഭിക്കും. 7, ജപമാല ഭക്തിയോടെ ചൊല്ലുന്നവർ കൂദാശ കൂടാതെ മരിക്കുകയില്ല. 8, ജപമാല വിശ്വാസത്തോടെ അർപ്പിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതകാലത്തും മരണനേരത്തും ദൈവിക പ്രകാശവും ദൈവത്തിൻ്റെ അനുഗ്രഹ നിറവും ഉണ്ടാകും. അവരുടെ മരണസമയത്ത് സ്വർഗത്തിലെ വിശുദ്ധർ അനുഭവിക്കുന്ന പുണ്യങ്ങൾക്ക് അവർ അർഹരായിത്തീരും. 9, ജപമാല ഭക്തിയുള്ള ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ വീണ്ടെടുക്കും. 10, ജപമാല ഭക്തിയുള്ള മനുഷ്യർ സ്വർഗത്തിൽ വലിയ ആനന്ദം അനുഭവിക്കും. 11, ജപമാല വഴി അവർ ചോദിക്കുന്നതെല്ലാം ലഭിക്കും. 12, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ആവശ്യഘട്ടങ്ങളിൽ എൻ്റെ സഹായമുണ്ടായിരിക്കും. ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ ജീവിതകാലത്തും അവരുടെ മരണസമയത്തും അവർക്ക് വേണ്ടി സ്വർഗീയ ഗണങ്ങൾ മുഴുവൻ മാധ്യസ്ഥം വഹിക്കാനുള്ള കൃപ എൻ്റെ മക്കളിൽ നിന്നും വിശിഷ്യ ലഭിച്ചിട്ടുണ്ട്. 14, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ മക്കളും ഈശോയുടെ സഹോദരങ്ങളുമായിരിക്കും. 15, ജപമാല ഭക്തി അനശ്വര ജീവിതത്തിൻ്റെ മുൻ അടയാളമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഒറ്റ കാര്യം കൊടുത്താൽ മതി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അവരെ പ്രതിഷ്ഠിക്കുക. അവരുടെ കാര്യങ്ങൾ ജപമാല ചൊല്ലി കൊടുക്കുക. അവർ വളരും. അവർ നല്ല എൻജിനീയേഴ്സായി ഉയരും, നല്ല ഡോക്ടേഴ്സ്, നല്ല അഡ്വക്കേറ്റ്സ്, നല്ല അധ്യാപകർ, അങ്ങനെ രാഷ്ട്രീയ അധികാരികൾ, അങ്ങനെ എല്ലാ ഇടങ്ങളിലും അവർ വിരാജിക്കും. അതിൻ്റെ സ്നേഹച്ചൂടിൻ്റെ ഉണർവ്, സർവജ്ഞനായ ഭരണകർത്താവ്, അത് ദിവ്യകാരുണ്യമാണ്. സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും നമ്മിലൂടെ പ്രസരിക്കുവാൻ ദിവ്യ പ്രേക്ഷിതൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, അത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളിലേക്ക് സ്വർഗീയ ജ്ഞാനം പകരുവാൻ കൂടെ നിൽക്കും. അവൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്.